ഹലോ അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഇതാ പനിയൊക്കെ ഒന്ന് മാറി ഈ ഞായറാഴ്ച നമ്മൾ വിചാരിച്ചു ഞാനും അമ്മയും ആൻറ്റിയും കൂടിയിട്ട് ഒന്ന് നാത്തൂൻ്റെ വീട് വരെ പോകാമെന്നുള്ളത്. അവൾക്ക് 9ാം മാസം തുടങ്ങിയിട്ട് അപ്പം എന്തായാലും ഒന്ന് പോയി കുറച്ച് പലഹാരമൊക്കെ വാങ്ങിയിട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്കൊന്ന് പനിയെല്ലാം മാറാതെ പോകാൻ പറ്റില്ലല്ലോ ഈ ഒരു അവസ്ഥയിൽ. അതുകൊണ്ട് അങ്ങനെ കേട്ടോ ഇന്ന് രാവിലെ അങ്ങനെ ഇറങ്ങി ഞങ്ങളിതാ നമ്മുടെ ചുണ്ട ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. എന്താ വെച്ചാൽ ഇന്ന് എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിനി പറ്റുന്നതും KSRTCക്ക് തന്നെ പോകാമെന്നുള്ളത്. കാരണം മെയിനായിട്ട് ഞാൻ പോലേ ഇല്ല. എപ്പോഴും ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തൊക്കെ ഞാൻ മറ്റേ അവസ്ഥ തന്നെ പോവുക. ഇന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ വെച്ചാൽ ഓക്കെ ശരി പോയേക്കാം. അങ്ങനെ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ നമുക്ക് KSRTC ബസ് വന്നു. അതിനകത്ത് കയറി. പക്ഷേ നല്ല കാലാവസ്ഥയായിരുന്നു, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമായിട്ട് തന്നെ പോയിട്ട് വരാൻ പറ്റിയിട്ടാ. അങ്ങനെ നമ്മൾ പിന്നെ കോത്തായിമുക്കിൽ ഇറങ്ങിയിട്ടാ. അവിടെ ഇറങ്ങിയിട്ട് പിന്നെ നെക്സ്റ്റ് ബസ്സിന് ആദ്യം പോകണം ചെറുവത്തൂരൊക്കെ ഇറങ്ങണമെങ്കിൽ. അപ്പോൾ അവിടുന്ന് നമുക്ക് അതേ കറക്റ്റ് സമയത്ത് തന്നെ KSRTC തന്നെ കിട്ടിയിട്ടാ. അപ്പോൾ ചിരിയും വരുന്നുണ്ട്. കാരണം ഞാൻ ഈ പോവാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകളായി. ഇപ്പോൾ ഇത്രയും ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആദ്യം ഏതോ ഒരു 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 ടൈമിൽ കുഞ്ഞിൻ്റെ സ്കൂളിൽ എന്തൊരു പരിപാടിക്ക് മാത്രമാണ് ആ ഒരു ബസ്സിൽ പോയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ചെറുവത്തൂർ ഇറങ്ങിയ ശേഷം പലഹാരം മേടിക്കാൻ വേണ്ടി ഒരു ബേക്കറി കടയിൽ കയറിയിട്ടുണ്ടായിനി. അപ്പോൾ കുറച്ച് ഉള്ളിവടയും സമൂസയും കേക്കും അങ്ങനെ എല്ലാം മിക്സായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അമ്മ പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിനി കുറച്ച്. അതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. പിന്നെ വെച്ചാൽ ഇന്നും ഈ പറയുന്ന പോലെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ടൗണിലൊന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ ആളും കാര്യങ്ങളൊന്നുമില്ല. ഒരുവിധം കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഓണത്തിനൊക്കെ അനുബന്ധിച്ചിട്ട് ഇപ്പം നമ്മളെ ടൗണിലാണെങ്കിലും ഞായറാഴ്ച ഇപ്പം ഒരുവിധം കടകളിലൊക്കെ ഓപ്പണാണ്. പിന്നെ നമ്മൾ അവിടുന്ന് ചെറുവത്തൂരിൽ നിന്ന് ഓട്ടോ പിടിക്കണം കേട്ടോ. ഇത് മുമ്പും ഞാൻ ഇതേ സ്ഥലത്ത് പോകുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായതാണ്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ പനി ബാധിച്ചത് കൊണ്ട് തന്നെ ഒരു വീഡിയോ കാര്യങ്ങളോ മര്യാദക്ക് ഇടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ഷോർട്ടായിട്ട് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ വെച്ചാൽ ഞാനും അമ്മയും ആൻറ്റിയും കൂടി കുറേ നാളുകളായി ഒന്നിച്ച് പോയിട്ട്. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക വേറെ തന്നെ ഒരു രസമുണ്ടായിന്, അത്രയേ ഉള്ളൂ. പിന്നെന്താ പ്രത്യേകിച്ച് പറയണ്ടേ, കാലാവസ്ഥ എന്ന് പറയുന്നത് ഈ വെയിലും അതിൻ്റെ ഇടയിൽ മഴയും കൂടി വന്നു കഴിഞ്ഞാൽ കേട്ടോ അസുഖം നമുക്ക് മാറത്തേ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ പോലെ അല്ല കേട്ടോ. അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ കുറേ നേരം വർത്താനും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ശേഷം പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് വേറൊരു വീഡിയോ എടുത്തില്ല. അവിടെ നിന്ന് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്ക് ഇരുന്ന്. അപ്പോൾ നല്ല എന്താ പറയുക പുളിശ്ശേരിയും മത്തി വറുത്തതും അതുപോലെ ചിക്കൻ കറിയും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂടിയിട്ട് ഫുഡ് കഴിച്ചു. എൻ്റെ അനിയനും വന്നിട്ടുണ്ട്. അവൻ ബൈക്ക് എടുത്തിട്ടാട്ടോ പോയിന്. അതുകൊണ്ട് പിന്നെ അവൻ മുമ്പേ എത്തി. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് പുറകെ എത്തിയപ്പോൾ. പിന്നെ അവിടുന്ന് നമ്മൾ ഉച്ചക്ക് വിചാരിച്ചു നല്ല നട്ടപ്പറക്കുന്ന വെയിൽ അങ്ങനെ തന്നെ പറയണം, ഒന്ന് കടപ്പുറം വരെ പോയിട്ട് വരാമെന്നുള്ളത്. കാരണം ഞാൻ അന്ന് പോയപ്പോൾ ഞാൻ പോയതാണ്. ഇന്ന് എനിക്ക് വലിയ ഉത്സാഹം ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ വലിയ ഉത്സാഹമില്ല. കാരണം പേടിയാണ് ഈ പനിയൊന്നും ഉള്ളിൽ ചിലപ്പോൾ പനി ഉണ്ടോയെന്ന് അറിയില്ല. ഇത്രയും വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നാളെ വീണ്ടും പോയ സംഭവം തിരിച്ചു വരുമോ എന്നുള്ളൊരു ടെൻഷനും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അത്ര വലിയൊരു ഇതില്ല. എന്നാലും ഒരുവിധമൊക്കെ കടലിലൊക്കെ ഇറങ്ങി ഒന്ന് ഇതാക്കിയിട്ടുണ്ടായിനി. അപ്പോൾ പിള്ളേരാട്ടാ വീഡിയോ ഒക്കെ എടുത്തിരുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളത് ഒരാളുണ്ട് അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അതെന്നെ കാണുമ്പോൾ എനിക്കാണോ പേടി അത് വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെയാണെന്നുള്ള കേട്ടോ. പക്ഷേ കയറ് കുറച്ച് നീളം കുറവായതുകൊണ്ട് ആ ധൈര്യത്തിലാണ് ഞാൻ അവിടെ പോയി നിന്നത്. അത് പിന്നെ മൈൻഡ് ആക്കുന്നില്ല. അത് നല്ല ഫുഡ് അടിയിലാണ്. പുല്ല് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കണ്ടേ. എനിക്ക് അതിനൊക്കെ ഒരു പുല്ല് പറിച്ചിട്ട് കൊടുത്തിട്ടാ. കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ നാട്ടിലത്തെ ആളല്ല ഞാൻ, അതിന് മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ ഡ്രസ്സും കറുപ്പും ആയതുകൊണ്ട് അതിന് എന്നെ പേടിച്ചിട്ടാണോ എന്നറിയില്ല. കുറേ നേരം അതിൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ടാ. കാരണം എനിക്ക് ഈ പണ്ടൊക്കെ ഭയങ്കര പേടിയാണ്. ഈ പശുവിനൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലേ ഇപ്പോൾ നമ്മൾ പോകുന്ന കണ്ടത്തിൻ്റെ ഇടയ്ക്കുള്ള ആൾക്കാർ കെട്ടും. വയലിലും അവിടെ പറമ്പിലൊക്കെ ചിലപ്പോൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും വന്ന ശേഷം ഞാൻ പോലും അത്രയും പേടിയാട്ടാ. ഇപ്പം പിന്നെ അതൊന്നുമില്ല. അങ്ങനെ അവിടുന്ന് നമ്മളതാ കടപ്പുറത്തിൻ്റെ സൈഡിലേക്കൂടെ എല്ലാം കുറച്ച് നേരം നടന്ന്. ഈ പറഞ്ഞ പോലെ നല്ല ചൂടാണ്. കാരണം എനിക്ക് തോന്നുന്നു ഒരു 5-5:30 എല്ലാം ആയി പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. കാറ്റും കൂടിയിട്ട് നമ്മൾ പോയ സമയത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് ഉണങ്ങിയിട്ട് വെയിലത്ത് ഒന്നും പറയണ്ട. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് അപ്പുറത്തെ സൈഡ് എന്താ പുളിമൂട്ട ആ ഒരു സൈഡിലായിട്ട് മുമ്പ് നമ്മൾ വന്നപ്പോൾ പോയിട്ടുണ്ടായിനി. ഇപ്രാവശ്യം പോയിട്ടില്ല. കാരണം വീട് നടത്തത്തോളം നടക്കണം എന്നുണ്ടെങ്കിൽ ചില്ലറ കാര്യമൊന്നുമല്ല ആ വെയിലത്തും മൂത്തും നടക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മാത്രം വീഡിയോ ഓരോ സൈഡിലേക്ക് കൂടി എടുത്തിട്ടുണ്ടായിനി. ആൻറ്റി അപ്പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ എനിക്കെന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ഇപ്പം ഒന്നും ഈ പറഞ്ഞ പനി വന്നതോടെ ഞാൻ സൈഡായിട്ട്. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. ഭയങ്കര എന്തുണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഓക്കെ ആവണം ഞാനാണ്. പിന്നെ എന്തോ ആയില്ല. പിന്നെ അവിടുന്ന് നമ്മൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ചെറുവത്തൂരേക്ക് വരുവാന്ന്. കാരണം വൈകുന്നേരമായി. നമുക്ക് കുടുംബശ്രീയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ 5 മണിക്ക് എത്തേണ്ടതുകൊണ്ട് തന്നെ പിന്നെ കുറേ നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് അവിടെ ആ നാട്ടിൽ തന്നെ ഉള്ള ഒരു ഏട്ടനാട്ടോ. ഏട്ടനെ അറിയുന്ന ആളാണ്. അപ്പോൾ അവർ ഓട്ടോയ്ക്കാണ് കേട്ടോ നമ്മൾ വന്നത്. എന്തെല്ലോ പറഞ്ഞുകൊണ്ട് കോമഡിയിൽ അടിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന്
എന്തോ നല്ല രസമായിരുന്നു ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ. പിള്ളേരൊന്നും കൂട്ടിയിട്ടുണ്ടായിട്ടില്ല രാവിലെ. അതിൻ്റെ ചെറിയ ചെറിയ വഴക്കൊക്കെ രാവിലെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ചെറുവത്തൂർ ഇറങ്ങിയ പാടെ നമുക്ക് പിന്നെയും കിട്ടിയത് KSRTC ആണ് കേട്ടോ. ഞാൻ ആദ്യം ഡോറിൻ്റെ സൈഡിലിരുന്നു. അപ്പോൾ ബാക്കിൽ നിന്ന് ചേട്ടൻ പറഞ്ഞു ഡോർ തുറന്നു കൊടുക്കേണ്ടിയിരുന്നു. അപ്പോൾ അവിടെ മാറി വേറെ സീറ്റിലിരുന്നു. അങ്ങനെ കോത്തായിമുക്കിൽ ഇറങ്ങിയ ശേഷം ചായ കുടിക്കണം, അത് നിർബന്ധമാണ്. അതൊരു 4:45 ആ ടൈമിലൊക്കെ ആയതിന്. ഇപ്പം വിശക്കുന്നുണ്ടായിന്, ചോറുണ്ടത് ഉച്ചക്കല്ലേ. അപ്പം ഒരു നല്ല ചായയും ഞാൻ എന്താ കഴിച്ചാൽ പഴംപൊരി, ആൻറ്റി എന്തോ വേറെ എന്തെല്ലാം സാധനം ഇലയുടെ അങ്ങനെ എന്തോ കഴിച്ചു. അത് കഴിഞ്ഞ് അപ്പാപ്പൻ്റെ ഓട്ടോ ചെറുപുഴ എത്തിയിട്ടാകുമ്പോൾ അപ്പാപ്പൻ്റെ ഓട്ടോ കിട്ടീന് കേട്ടോ. അവിടുന്ന് അവന് പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് വീട്ടിലേക്ക് വന്നു. പക്ഷേ നമുക്ക് തിരിച്ച് വരുമ്പോൾ പ്രൈവറ്റ് ബസ്സാണ് കിട്ടീന് കേട്ടോ. അതുകൊണ്ട് അത് കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ കാര്യങ്ങൾ. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.